ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോണത്. അതിനിപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങനെ ഒരു അശ്വിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉമ്മ കിട്ടിയതിന് ശേഷം ഓടിപ്പോകുക കേട്ടോ. വീട്ടിലെത്തുന്ന ശ്രുതിക്ക് പരിസരബോധം ഇല്ലാതെയൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യണത്. ആ സമയത്ത് നമ്മുടെ പ്രീതി പിണങ്ങുന്നുണ്ട്. എന്നാലും ശ്രുതി, നിനക്ക് ഒരു വിചാരമില്ല, നീ ഇപ്പോഴും ഏതൊക്കെയോ ലോകത്താണ്. 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകും, അതിനെക്കുറിച്ചൊന്നും നിനക്കൊരു വിചാരമില്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അയ്യോ ചേച്ചി അങ്ങനെയൊന്നും അല്ല, ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് നിന്ന് പോയതാണ്. ചേച്ചി പോണല്ലോ ഏറ്റവും കൂടുതൽ വിഷമം എനിക്കാണ്, ചേച്ചിക്ക് അറിയാലോ, പിന്നെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാട്ടോ നമ്മുടെ പ്രീതിക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ആകാശമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ അമ്മായിയും അമ്മയും കൂട്ടി ശ്രുതിയുടെ കൈ കൊടുത്തുവിടാണ്. ശ്രുതി അത് കൊടുക്കാൻ വേണ്ടി അശ്വിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് അശ്വിൻ്റെ വീട്ടിലെ നമ്മുടെ മഞ്ഞൾ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ആകാശിൻ്റെ മുഖത്തൊക്കെ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുവാട്ടോ എല്ലാവരും കൂടിയിട്ട്. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അശ്വിൻ്റെ മുഖത്തും അഞ്ജലി മഞ്ഞൾ തേക്കുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് പോകുവാണ്. അപ്പോൾ ആ ശ്രുതി വരുമ്പോഴേക്കും അശ്വിൻ്റെ മുഖത്ത് ഈ മഞ്ഞൾ കാണുവാണ്. ശ്രുതി പൊട്ടിച്ചിരിക്കുക കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കണ്ടേ, ആഹാ നീ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ, ഈ എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ ഞാനൊരിക്കലും ഇങ്ങനെ ഒന്നും ചിരിക്കത്തില്ല. ഇതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിനക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത്, അത് അങ്ങനെ തന്നെ കിടക്കുവാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രുതി അത് ആലോചിക്കണം. ഉമ്മ തന്ന കാര്യം തിരിച്ച് ഒരു ഉമ്മ തന്നാൽ മാത്രമേ അത് ഇതാവുള്ളൂ, ഞാൻ സമ്മതിക്കുള്ളൂ, നിനക്ക് എന്തും എന്നെപ്പോലെ എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കണം. ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി തിരിയുമ്പോഴേക്കും അശ്വിൻ എന്താ ചെയ്യാൻ വെച്ചാൽ ശ്രുതിയുടെ ഷോൾ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ നോക്കി ചിരിച്ചില്ല, നോക്കിക്കോ, നിൻ്റെ ഷോൾ വെച്ചിട്ട് ഞാൻ മുഖം തുടയ്ക്കും എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ മുഖം ശ്രുതിയുടെ ഷോൾ വെച്ച് തുടക്കുവാണ്. പക്ഷേ നിങ്ങൾ എന്തേ കാണിക്കണത്, മാറ്റെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം റൂമിലെത്തുന്ന ശ്രുതിയുടെ ഷോൾ പിന്നെ വീണ്ടും ആരോ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോഴേക്കും വേറെ ആരുമല്ല, അത് ശ്യാമാണ് കേട്ടോ. അശ്വിൻ്റെ മുഖത്തെ മഞ്ഞൾ ശ്രുതിയുടെ ഷോളിൽ വെച്ച് തുടച്ചപ്പോൾ ശ്രുതിയുടെ ഷോളിൽ മഞ്ഞ കളറായി. അപ്പോൾ അത് തുടച്ച് കളയാൻ വേണ്ടി ശ്യാം ഒരു ടവലുമായിട്ട് ശ്രുതിയുടെ പുറകെ കൂടിയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ നാളെ കാണാം.